നമസ്കാരം. നടൻ മോഹൻലാലിനെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ അസൗകര്യം മൂലം തനിക്ക് വരാൻ സാധിക്കില്ല എന്ന് മോഹൻലാൽ പറയുകയും ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. ഇതിനുശേഷം മോഹൻലാലിനെതിരെ വലിയ പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ ഉയരുന്നത്. സിനിമയിൽ കാണുന്ന നട്ടെല്ല് നടൻ മോഹൻലാലിന് ജീവിതത്തിൽ ഉണ്ടാകില്ല. മോഹൻലാലിനെ ആരെങ്കിലും വിളിക്കുമോ അയാൾ ഒരു പേടിത്തൊണ്ടനാണ്. ഇത്തരത്തിൽ നിറയെയാണ് പരിഹാസങ്ങൾ. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച ഇത്തരം വിമർശനങ്ങളിലൊന്നും തളരുന്നവനല്ല താനെന്നും തന്റെ നിലപാടുകൾ പറയേണ്ടിടത്ത് താൻ കൃത്യമായി പറയുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരികയാണ് നടൻ. തുടർച്ചയായ മൂന്നാം തവണ പ്രധാനമന്ത്രിയെ അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ ഏകിക്കൊണ്ടാണ് നടൻ മോഹൻലാൽ ഇത്തരത്തിൽ രംഗത്തേക്ക് എത്തുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരത്തിലേറിയ നരേന്ദ്രമോദിജിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭാവി തീർച്ചയായും ശോഭനമാണ് എന്ന് മോഹൻലാൽ പറയുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. കൂടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അഭിനന്ദനങ്ങളും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് നടൻ മോഹൻലാൽ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ ആശംസ അറിയിച്ച് നടൻ മോഹൻലാൽ എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണിതെന്ന് നടൻ മോഹൻലാൽ പ്രതികരിക്കുന്നു. മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും എടുത്ത രണ്ടാമത്തെ മന്ത്രിയായ ജോർജ് കുര്യനും മോഹൻലാൽ ആശംസ അറിയിച്ചു. അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായ സുരേഷിന് ആശംസകളെന്നാണ് സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ള ആശംസയിൽ പറയുന്നത്. വർഷങ്ങൾ നീണ്ട ബന്ധമാണ് അദ്ദേഹവുമായി തനിക്കുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് താൻ ടിവിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് മോഹൻലാൽ അറിയിച്ചു. ക്ഷണം ലഭിച്ചിട്ടും പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നതിനാലാണ് താൻ പോകാത്തതെന്നും മോഹൻലാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച്, അതായത് സുരേഷ് ഗോപിയുടെ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് ഇനി വ്യക്തമായിട്ട് അറിയാമെന്നുള്ള പ്രതികരണം കൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ പുറത്തു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച അംഗീകാരമാണ് ഇത്തവണ സുരേഷ് ഗോപി ജയിച്ചതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത് എന്ന രീതിയിലും മോഹൻലാൽ പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം മലയാളികൾക്ക് അഭിമാനമായി എത്തുന്ന ജോർജ് കുര്യനും എന്റെ അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. ഇംഗ്ലീഷിൽ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിക്കൊണ്ടാണ് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ ലോക്സഭാ അംഗമായിട്ടാണ് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. എന്തായാലും മോദിയോട് തോന്നുന്ന ഈഗോ കൊണ്ട് ഉണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങളെയെല്ലാം മോഹൻലാൽ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ബാധിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി എന്തിനാണ് ഈ മോദി വിരോധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിയുടെ വിജയം കണ്ട് സഹിക്ക വയ്യാതെ തന്നെ എന്ന് പറയേണ്ടി വരും. തനിക്കോ തന്റെ നേതാക്കൾക്കോ ഇയാൾ നേടിയെടുക്കുന്ന ജനപിന്തുണ നേടാൻ സാധിക്കുന്നില്ലല്ലോ എന്നത് തന്നെയാണ് മോദിയോടുള്ള വിരോധത്തിന് കാരണം. അത് യഥാർത്ഥത്തിൽ ഈ ഇടത് സഖാക്കന്മാർക്ക് ഉൾപ്പെടെയുള്ള ഒരു സങ്കടമാണ്. ആ സങ്കടം പരിണമിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈഗോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം കേരളത്തിലെ ഇടത് സഖാക്കന്മാരുടെ ഇത്തരത്തിലുള്ള മനോവികാരം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. കേരളത്തിൽ ഒരിക്കലും താമര വിരിയിക്കില്ല, താമര വിരിയില്ല എന്നെല്ലാം പറയുന്ന സഖാക്കന്മാരാണ് ഏറെയുമുള്ളത്. അവർക്ക് BJPയോട് വെറുപ്പാണ്, എന്തെന്നില്ല BJPയോട് വെറുപ്പാണ്. ശരി ചെയ്താൽ പോലും മോദിയാണെങ്കിൽ അത് വേണ്ട എന്നുള്ള ഒരൊറ്റ മനോഭാവത്തിലാണ് ഇടത് സർക്കാർ പോലും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്തമില്ലാത്ത അന്തംഗമ്മികളുടെ ചിന്തകൾ എന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ചിന്തകളെല്ലാം തകർത്തുകൊണ്ട് മോദിയും BJPയും സുരേഷ് ഗോപിയും എല്ലാം മുന്നോട്ട് തന്നെ പോകുകയാണ്. കേരളത്തിൽ ഇത്തവണ ഇനി അങ്ങോട്ട് BJPയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ശക്തി ആർജിക്കും എന്നത് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം രണ്ട് മന്ത്രിമാർ അതാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ BJPയെ സംബന്ധിച്ച് വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്.